നമസ്കാരം. മലയാളികൾ എന്താണ് കേരള സ്റ്റോറി എന്ന് ഒരു തവണ കൂടെ കാണിച്ചു കൊടുത്തു. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ 34 കോടിയിൽ പരം രൂപയാണ് ദിവസങ്ങളെ കൊണ്ട്, അതായത് 3 ദിവസം ബാക്കിയിരിക്കെ ആ പണമാണ് സ്വരൂപിച്ചത്. പല മുഖ്യധാരാ മാധ്യമങ്ങളും കൃത്യസമയത്തിനുള്ളിൽ പണം എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് ഭയപ്പെട്ടുകൊണ്ട് സമയം നീട്ടിച്ചോദിക്കേണ്ടി വരുമോ എന്നുള്ള വാർത്ത വന്നപ്പോഴത്തേക്കും മലയാളികൾ മൊത്തമായി അത് ഏറ്റെടുക്കുകയായിരുന്നു. തൊണ്ടുകളിൽ നിക്ഷേപിച്ച കുട്ടികളുടെ പണം തൊട്ട് സാധാരണക്കാരുടെ ഒരു ദിവസത്തെ വരുമാനം കൊടുത്ത ആളുകളുണ്ട്. ഗൾഫ് മലയാളികൾ വൻതോതിൽ സംഭാവന തങ്ങളുടെ ഹോട്ടലുകളിലെയും അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലെയും ഒരു ദിവസത്തെ വരുമാനമൊക്കെ മൊത്തമായിട്ട് ഈ ഫണ്ടിലേക്ക് കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയായിരുന്നു. ഈ വാർത്തകൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് ഏറ്റവും ശക്തമായി എത്തിച്ചത് മലയാള മാധ്യമങ്ങളാണ്. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകളും പത്ര മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി ഈ വാർത്ത സംസ്ഥാന അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുകയും അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഈ പണത്തെക്കുറിച്ച് ഒരു ഗൗരവ ബോധമുണ്ടാവുകയും പണം കൊടുക്കുകയും ചെയ്തത്. ഈ സംഭാവന പിരിക്കുന്ന കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ബോച്ചെ ടീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പരസ്യം കൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാം, നല്ല കാര്യം. പക്ഷേ ആ 1 കോടി രൂപ അദ്ദേഹം ഈ ബോച്ചെ ചായയുടെ വകയായിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പരസ്യം, പല അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. അതിനൊന്നും ഞാൻ എതിരല്ല, ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹം കുറേ സോഷ്യൽ മീഡിയക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പണം മുഴുവൻ സ്വരൂപിച്ചതിൻ്റെ പുറകിലെ ശക്തി ഈ ബോച്ചയാണ് എന്നുള്ള രൂപത്തിൽ വരുത്തി തീർത്തുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ നടത്തുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട്. അത് വേണ്ട. ഇത് മലയാളി മൊത്തമായിട്ട് സംഘടിച്ചുകൊണ്ട് എല്ലാ ജാതി മത ഭേദമന്യേ മലയാളികൾ, ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ ഇതിന് ഇറങ്ങിത്തിരിച്ചത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത, അതേപോലെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടത്. ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഈ സംഭാവനകളിൽ, ഈ ഫണ്ടിലേക്ക് ആളുകൾ ക്രൗഡ് ഫണ്ടിങ് നടത്തിയത്. അതൊരു ബോച്ച മാത്രമായിട്ട് അതിനെ മൊത്തം ക്രെഡിറ്റ് കുറേ ആളുകൾ ഏർപ്പാട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പ്രചരണം കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോവുകയൊക്കെ ചെയ്യുന്നത് അതൊരു ശരിയില്ലാത്ത ഏർപ്പാടാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ നല്ല ആളാവുകയൊന്നും വേണ്ട. കാരണം ബോച്ച എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ്. അതേക്കുറിച്ച് വീഡിയോ നമ്മളൊക്കെ എല്ലാവരും കണ്ടതാണ്. അതേപോലെ കേരളത്തിൽ കള്ളിൻ്റെ പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരസ്യം ചെയ്യുന്നു. അങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ ധാരാളം പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ കഴുകിക്കളയാൻ ഇതൊരു മാനദണ്ഡമാക്കാം, തൻ്റെ ഇമേജ് ഒന്ന് നന്നാക്കാം എന്നുള്ള രൂപത്തിൽ ഒരു ഏർപ്പാട്, അതൊന്നും വേണ്ട. ചെയ്ത നല്ല കാര്യം നല്ലതും ചീത്ത കാര്യം ചീത്തയുമാണ്. ഇവിടെ 1 കോടി കൊടുത്തതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് മലയാളി മനസ്സ് ഒറ്റക്കെട്ടായിക്കൊണ്ട് നടത്തിയ പരിശ്രമമാണ്. അതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചതിൽ നവമാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, വാർത്താമാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, ചാനലുകൾക്ക് പങ്കുണ്ട്, പത്രങ്ങൾക്ക് പങ്കുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഏറ്റെടുത്തൊരു സംരംഭമാണ്. പ്രത്യേകിച്ച് റംസാൻ മാസം കൂടെ ആയതുകൊണ്ട് പലരും തങ്ങളുടെ സകാത്ത് ഫണ്ടൊക്കെ തന്നെ ഇതിലേക്ക് നിക്ഷേപിച്ച ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും അതോടൊപ്പം എടുത്തു പറയേണ്ട, പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒരു സ്വീകരണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ ആപ്പ് നിർമ്മിച്ച, കാരണം ഞാനൊക്കെ കൂടുതൽ ഇതിലേക്ക് താല്പര്യപൂർവ്വം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ആപ്പ് വന്നതോടുകൂടിയാണ്. ആ ആപ്പ് നിർമ്മിച്ചിരിക്കുന്ന മുനമ്പത്ത് അഷ്ഹർ, കുഴിമണ്ണ മുഹമ്മദ് ഷുഹൈബ്, ആനക്കയം മുഹമ്മദ് ഹാഷിം എന്നീ 3 ചെറുപ്പക്കാർ, അവരെയാണ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടത്. അവരാണ് സത്യത്തിൽ ഇത് ഒരു ലൈവാക്കി മാറ്റിയത്. ഏതായാലും ഒറ്റക്കെട്ടായിക്കൊണ്ട്, ജാതി മത പരിഗണനകൾക്ക് അതീതമായിക്കൊണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് എന്താണ് മലയാളി സ്റ്റോറി, കേരള സ്റ്റോറി എന്ന് കാണിച്ചു കൊടുത്തതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.